പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ക്ഷേത്രങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള ശ്രമമാണ്, തീർത്ഥാടനം. അപ്പോൾ അതിലേക്ക് പോകും മുമ്പ് എൻ്റെ യൂണിക് കോർണർ എന്ന ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ. ഇപ്പോൾ കർക്കിടക മാസമായതുകൊണ്ട് അധ്യാത്മരാമായണത്തെപ്പറ്റി തന്നെ നമുക്ക് പറയാം. എല്ലാവർക്കും അറിവുള്ളതാണ് രാമായണ പാരായണത്തെപ്പറ്റി. ഈ മാസം എല്ലാവരും രാമായണം പാരായണം ചെയ്യും, കേൾക്കും, വഴിപാടായി നടത്തും, ഒക്കെ ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ രാമായണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് രാമാനന്ദ സാഗറിൻ്റെ രാമായണമായിരിക്കും മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ. ആ രാമായണമാണ് നമ്മൾ നല്ലതുപോലെ കണ്ടത്, മനസ്സിലാക്കിയത്. അപ്പോൾ രാമായണ കഥ പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഒരു കാരണവും അതുതന്നെ ആയിരിക്കും മിക്കവാറും എല്ലാവർക്കും. അപ്പോൾ പഞ്ഞക്കർക്കിടകമെന്നും കള്ളക്കർക്കിടകമെന്നും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്ന ഈ കർക്കിടക മാസം ഇപ്പോൾ നമുക്കറിയാം രാമായണ മാസമെന്നാണ് അറിയപ്പെടുന്നത്. രാമായണത്തിൻ്റെ പുണ്യം കൊണ്ടാവാം ഈ മാസം രാമായണ മാസമെന്ന് അറിയപ്പെടുന്നത്. ഒപ്പം തന്നെ നാലമ്പല ദർശനം, കർക്കിടക വാവ് ബലി, അങ്ങനെ പുണ്യകാര്യങ്ങൾ ഒരുപാട് ഈ മാസത്തിലുണ്ട്. ആയുർവേദ ആചാര്യന്മാർ ഈ മാസം ഔഷധസേവ, മരുന്ന് കഞ്ഞി എന്നൊക്കെ പറയുന്നതിന് കാരണം പ്രകൃതിയും മനുഷ്യനും ദുർബലമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു മാസമാണ് ഈ മാസം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിട്ടയായ ജീവിത രീതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തെ നമുക്ക് നമ്മുടെ കയ്യിൽ നിർത്താൻ പറ്റൂ. അതോടൊപ്പം ആത്മീയ ആചാര്യന്മാരുടെ മതപ്രകാരം പുണ്യഗ്രന്ഥമായ രാമായണം പാരായണം ചെയ്യുന്നത് വഴി നമ്മുടെ മനസ്സിൻ്റെ മാലിന്യമെല്ലാം അകന്ന് ഒരു വർഷം കൊണ്ടുണ്ടാകുന്ന എല്ലാ പാപങ്ങളും ദുരിതങ്ങളും വ്യാധികളും എല്ലാം അകലുമെന്ന് തന്നെയാണ് ശാസ്ത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടത്തി വരുന്നുണ്ട്. വീടുകളിലും രാമായണം പാരായണം ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും പാരായണം ചെയ്യാൻ അറിയാത്തവർക്കും ക്ഷേത്രങ്ങളിൽ വന്നാൽ പാരായണം കേൾക്കാനും അത് വഴിപാടായി നടത്താനുമുള്ള സൗകര്യം എല്ലാ ക്ഷേത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാമം ചെങ്കുളത്ത് മഹാദേവ ക്ഷേത്രത്തിലും അതിനുള്ള അവസരങ്ങളുണ്ട്. എല്ലാവർക്കും വരാം, അതിൻ്റെ രാമായണ പുണ്യത്തിലേക്ക് യാത്ര ചെയ്യാം. ദേവീക്ഷേത്രത്തിലും കർക്കിടക മാസ പൂജകൾ നടത്തി വരുന്നുണ്ട്. എല്ലാവരും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ ഈ രാമായണ പുണ്യം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ജയ് ശ്രീരാം, ജയ് ശ്രീറാം, ജയ് ഹനുമാൻ. എല്ലാവരും ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിന് നന്ദി, നമസ്കാരം.